അന്ന് ഇയാളെ ആര് പിടിച്ച് അഭിനയിപ്പിച്ചെന്നൊക്കെ തോന്നി. കാരണം ഒരു നായകൻ്റെ അന്ന് ഒരു നമ്മളതുവരെ കണ്ട നായകൻ്റെ ഒരു രൂപമൊന്നും അല്ല. പുള്ളിക്ക് അങ്ങനെ ഇതില്ലല്ലോ, ഒരു ശബ്ദം ഗാംഭീര്യമൊന്നുമില്ല. നമ്മൾ അതിൽ വില്ലനായിട്ട് വരുമ്പോൾ ഈ പുള്ളി ആര് പിടിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചെന്നൊക്കെ തോന്നി. ചെറിയ ചരിവ്. ആൾക്കാരുടെ അടുത്തോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മോഹൻലാലാണ്. മമ്മൂട്ടി അത്ര എളുപ്പമല്ല അങ്ങോട്ട്. അഭിനയം ഒരുപാട് മാറിയില്ലേ സാറിൻ്റെ ഈ പറയുന്ന വിധേയൻ, അല്ലെങ്കിൽ ആ സിനിമ അഭിനയിക്കുന്ന അഭിനയത്തിൽ നിന്ന് ഇപ്പോഴത്തെ അഭിനയം കുറേ മാറിയിട്ടില്ലേ? കുറേ അഭിനയം മാറിയെന്ന് പറയാൻ പറ്റില്ല, അഭിനയം മാറില്ല. കഥയുടെ ഒരു ഇതാണ് മാറുന്നത്, അതിനനുസരിച്ചുള്ള അഭിനയം വരും എന്നുള്ളത്. അല്ല, സംസാര ശൈലി പോലെ, വീട്ടിൽ സംസാരിക്കുന്ന പോലെ, നാട്ടിൽ സംസാരിക്കുന്ന പോലെയുള്ള സംഭാഷണങ്ങളായിട്ട് അത് നേരത്തെയും സിനിമകളിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ സിനിമകൾ അങ്ങനെയല്ല. നാടകത്തിൻ്റെ സ്വാധീനം സിനിമയ്ക്കുണ്ടായിരുന്നു. ആദ്യം സിനിമ തുടങ്ങുന്നത് അങ്ങനെയാണ്, തമിഴ് നാടകങ്ങളിൽ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ തമിഴ് നാടകത്തിൻ്റെ അവതരണ ശൈലി അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ അവതരണ ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയിലായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നത്, എക്സാജറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് സ്വാഭാവികമായിട്ട് മാറി. പ്രത്യേകിച്ചും സിനിമ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് ഔട്ട്ഡോറിലേക്ക് പോയപ്പോഴത്തേക്കും കംപ്ലീറ്റ് മാറി. PN മേനോനാണ് അതിൻ്റെ തുടക്കക്കാരൻ. ഓളവും തീരവും എന്ന് പറയുന്ന സിനിമയാണ് ആദ്യം ഔട്ട്ഡോറിലേക്ക് പോകുന്ന സിനിമ. അതുവരെ എല്ലാം തിയേറ്ററിലായിരുന്നു, സെറ്റിട്ടായിരുന്നു ചെയ്തത്. അതോടുകൂടി തന്നെ ഒരുപാട് സ്വാഭാവികത സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് സാറ് ഈ ജഗദീഷ് കുമാറിൻ്റെ കൂടെ പഠിച്ച ആളാണ്. ഇല്ല, സമാന്തക ഞങ്ങൾ ഒരുമിച്ച് കോളേജിലുണ്ട്, ഒരു MG കോളേജിലുണ്ടായിരുന്നു, മാറുവാനിസ് കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ നിങ്ങൾ നമ്മുടെ സുഹൃബന്ധമൊക്കെ സ്ഥാപിക്കില്ല. അന്ന് ജഗദീഷ് ശ്രീകുമാർ അല്ലല്ലോ, അന്ന് വെറും ശ്രീകുമാറല്ലേ. അഭിനയം ഒന്നും ഇല്ലാത്ത വെറും ശ്രീകുമാർ. അഭിനയം വെച്ചാൽ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അവിടുത്തെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ പുള്ളി നാടകം കളിക്കുമായിരുന്നു. രവി വെള്ളത്തോൾ പെൺവേഷവും പുള്ളി നായക വേഷവും ഒക്കെ കളിക്കുമായിരുന്നു. പല അതിൽ പുള്ളിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് നാടകം. പക്ഷേ അന്ന് ജഗദീഷ് ശ്രീകുമാർ എന്നല്ലല്ലോ, ഒരു മെലിഞ്ഞ ഒരു പയ്യൻ, എൻ്റെ ജസ്റ്റ് ജൂനിയറായിട്ടാണ്. ഞാൻ MCOM ജോയിൻ ചെയ്തപ്പോൾ പുള്ളി ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു. അന്ന് ഇന്നത്തെ ജഗതിയാവ് മാറുന്നൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ ഒരുപാട് കലാകാരൻ വളർച്ച കൂടി കണ്ട ആളാണ്. തീർച്ചയായിട്ടും. മുടമുകളിൽ കൂടെ മുകളിൽ സൈക്കിൾ ചവിട്ടി പോകുന്നതൊക്കെ കണ്ട. തൊട്ടപ്പുറത്തായിരുന്നു ഞാൻ, 3 വീട് അപ്പുറത്തായിരുന്നു എൻ്റെ വീട്. ഞാൻ അവിടെ കുറച്ച് ദിവസം താമസിച്ചു. വൈഫിൻ്റെ വീട് അവിടെ. അന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇത് വലിയൊരു താരമാവുന്ന? ഇല്ല. കാരണം പുള്ളിക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു രൂപവും ഭാവവും ഒന്നും അല്ലായിരുന്നല്ലോ. പുള്ളി ഒരു സാധാരണ പിന്നെ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു വിശ്വനാഥ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകൻ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരാൾ, മുടിയൊക്കെ വളർത്തി, അന്നത്തെ ഒരു സ്റ്റൈൽ എങ്ങനെയായിരുന്നു. പിന്നെ പെമ്പിള്ളേരുടെയൊക്കെ പുറകെ നടക്കുക, എല്ലാ പയ്യന്മാരുടെ എല്ലാ സ്വഭാവ ഇതുമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പുള്ളി ഇതാവുന്നു. പലപ്പോഴും ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്തിരുന്നു. ഞാൻ ഓഫീസിൽ വരുന്നതും, അന്ന് എനിക്ക് സ്കൂട്ടറൊന്നും ഇല്ലായിരുന്നു, വായിക്കുന്നതിന് മുമ്പ് ഞാൻ അതേ ബസ്സിലായിരുന്നു പുള്ളി സ്കൂളിൽ വരുന്നത്. അങ്ങനെ ഒരുമിച്ചൊക്കെ യാത്രയൊക്കെ ചെയ്തിട്ട്. അന്ന് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുമ്പോഴും സാറിന് അന്നും പ്രതീക്ഷയില്ല? അന്നും ഒരു പ്രതീക്ഷയില്ല. അന്ന് ഇയാളെ ആര് പിടിച്ച് അഭിനയിപ്പിച്ചെന്നൊക്കെ തോന്നി. കാരണം ഒരു നായകൻ്റെ അന്ന് നമ്മളതുവരെ കണ്ട നായകൻ്റെ ഒരു രൂപമൊന്നും അല്ല. സൗന്ദര്യം വേണമായിരുന്നു അന്നത്തെ നായകൻ. വേണമായിരുന്നു. പുള്ളിക്ക് അങ്ങനെ ഇതില്ലല്ലോ, ഒരു ശബ്ദം ഗാംഭീര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൽ വില്ലനായിട്ട് വരുമ്പോൾ ഈ പുള്ളി ആര് പിടിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചെന്നൊക്കെ തോന്നി. ചെറിയ ചരിവ്. പക്ഷെ പുള്ളിയുടെ അഭിനയം എന്ന് പറയുന്നത് നാട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. ആ നെഗറ്റീവിനെ പുള്ളി പോസിറ്റീവാക്കി എടുത്ത് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുകയല്ലേ പുള്ളി. അതൊക്കെ നിങ്ങളുടെ ഒരു സ്വകാര്യ നിമിഷങ്ങളിൽ പങ്കിടാറുണ്ടോ? പറയാം. ഞങ്ങൾ മോഹൻലാലിൻ്റെ തന്നെ ഒരു പ്രോഗ്രാം ഇതുപോലെ അമൃത TVയിലുണ്ടായിരുന്നു. അതിനെ എന്നെയും വിളിച്ചിരുന്നു. മോഹൻലാൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ്. അവിടെ വെച്ച് ഞാൻ ഇത് പറഞ്ഞു, പഴയ അനുഭവങ്ങൾ അല്ലേ. പിന്നെ ഹ്യൂമറിൻ്റെ തമാശ ആൾക്കാരുടെ അടുത്തോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മോഹൻലാലാണ്. മമ്മൂട്ടി അത്ര എളുപ്പമല്ല അങ്ങോട്ട് എടുത്ത്. ആൾക്കാരുടെ ഇങ്ങനെ പ്രേക്ഷകരോട്ടോ? അല്ല, നമ്മൾ കൂടെ ഇരിക്കുന്നവരോട്, സിനിമയിൽ തന്നെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ളവരോടൊക്കെ, സെറ്റിലുള്ളവരോട് വളരെ കോഡിലായിട്ട് സംസാരിക്കുന്നത്, വളരെ തമാശ പറഞ്ഞും. മമ്മൂട്ടി അങ്ങനെയല്ല, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആൾ. നമുക്ക് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു മുഖംമൂടി ആയിരിക്കും. അല്ല, അതാണ് പുള്ളിയുടെ രീതിയാണ്. ഓരോ മനുഷ്യർക്കും ഓരോ രീതികളില്ലേ, നമ്മളത് അംഗീകരിക്കേണ്ടതാണ്. ഇപ്പം കുറച്ച് ആയി വന്നിട്ടുണ്ടല്ലോ. ഇപ്പം കുറച്ച് മാറ്റം വയസ്സാവുന്നവരും ഞങ്ങൾ ഒരേ പ്രായമാണ്. അല്ലേ? ഒരേ വർഷം ജനിച്ച ആൾക്കാരാണ്. അല്ല, സാറൊക്കെ അന്ന് ഇന്നും ഒരേ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതായത് 1 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ശരിക്കും ഞാൻ ഓഗസ്റ്റ് 12-ാം തീയതി, പുള്ളി സെപ്റ്റംബറിൽ മറ്റാണ്.
അപ്പം നിങ്ങൾ തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസം. എങ്കിലും അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ അങ്ങോട്ടൊരു വിളി എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിൽ? അല്ല, ഞാൻ നേരിട്ട് കാണുമ്പോൾ സാറിനെ വിളിക്കുള്ളൂ. അല്ല, സാറിനെ ഞാൻ വിളിക്കുള്ളൂ. അപ്പോൾ പുള്ളി പിന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താ അങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ. അല്ല, ഞാൻ നേരത്തെ ആദ്യമേ അങ്ങനെ തന്നെ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ അത് അങ്ങനെയാണ് ഇരുന്നോട്ടെ. ഇപ്പോഴും സാറ് ഇപ്പോഴും സാർ മോഹൻലാലിനെയോ? മോഹൻലാലെന്ന് വിളിക്കും. 10 വയസ്സിൻ്റെ വ്യത്യാസം. സ്വാതന്ത്ര്യം ഉണ്ട് താനും അല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെ അല്ല, 10 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ. 10 വയസ്സിൽ അധികം വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് വിളിക്കാം, കുഴപ്പമില്ല. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ഒരേ പ്രായക്കാരനും പുള്ളി ഭയങ്കര സ്റ്റാറ്റസിലുള്ള ആൾ ഒരേ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കേണ്ടതല്ലേ. സെറ്റിൽ വരുമ്പോഴും ഈ പറയുക തമാശകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല അല്ലേ? തമാശയൊക്കെ പറയും. അത് ഏറ്റവും അടുത്ത ഇതിലാണെങ്കിലും തമാശ പറയുള്ളൂ പുള്ളി. ഒരേ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തെങ്കിൽ ചെറിയ ചെറിയ തമാശകൾ. പിന്നെ നമ്മൾ ഒരുപാട് മതിലുകളുടെ സമയത്തും അതെ, വിധേയൻ്റെ സമയത്ത് വിധേയനൊക്കെ 50 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ ലൊക്കേഷനിൽ പോകാൻ 10-9 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയിലാണ് ഞാനും കൂടെ പോകുന്നത് മിക്കവാറും. അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴാ ഒരു ഇതൊന്നുമില്ല. അതിനുശേഷം ഞാൻ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടേ ഇല്ല. വിളിക്കാറില്ല, കാണുമ്പോൾ തന്നെ വലിയ അങ്ങനെ ഞാനും വിളിക്കാറില്ല. അപ്പോൾ പുള്ളിയുടെ കുഴപ്പമില്ല, ഞാനും ചെയ്യാറില്ലല്ലോ. പുള്ളിയെ കുറ്റം പറയുകയല്ല, ഞാൻ ചെയ്യാറില്ല. അല്ല, പൊതുവെ സാറ് ഈ പറയുന്ന ഒരു ചാൻസിന് വേണ്ടി വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ ഒറ്റ മനുഷ്യരെ വിളിച്ചിട്ടില്ല. അങ്ങനെ കിട്ടിയ വേഷവും ഇല്ല, ഒരെണ്ണവുമില്ല. അയ്യോ, തേടി വന്ന വേഷങ്ങളാണ് അത്രേ ഉള്ളൂ. അല്ല, അത് പറഞ്ഞ പോലെ പല പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം എന്നെ വിളിക്കുന്നത്? കുറേ തവണ വിളിച്ചു. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. മാസങ്ങളായിട്ട് സാറിനെ വിളിച്ചോണ്ടിരിക്കുക. യാതൊരു 10-11 പ്രാവശ്യം നിങ്ങൾ എന്നെ ഉറപ്പായിട്ട് വിളിച്ചു. അവസാനം ഇന്നലെ എന്തോ ഒരു എൻ്റെ സമയം ശരിയാണ്. അത് ശരിയായ എനിക്കും തോന്നി അത് ശരിയല്ലല്ലോ, രാവിലെ വെച്ചാളാന്ന് വെച്ച്. അതെന്താ അങ്ങനെ ഒരു ചെറിയ 3-4 പ്രാവശ്യമെങ്കിലും വിളിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കാനും പോകില്ല. അങ്ങനെയുണ്ട് വാശി. അയ്യോ, അത് വല്ലാതെ. നമ്മൾ വേണമെന്നുള്ളിടത്ത് പിന്നെയും വിളിക്കും. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്ക് തിരിച്ച് വിളിച്ച് ചോദിക്കാറില്ല എന്തായി എന്നൊക്കെ. അവരും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിളിക്കും. നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കാശ് ഇല്ലെങ്കിൽ എനിക്ക് പെൻഷനൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ ഫ്രീ ആണ്, മരുന്ന് ഫ്രീ ആണ്, ഫുൾ നല്ല പെൻഷനുണ്ട്. അപ്പോൾ എനിക്ക് സിനിമയെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു കാരണം അതായിരിക്കും. പിന്നെ എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമുണ്ട്. അല്ല സാറിനെ പോലെ ഞാൻ എൻ്റെ പുതിയ കുട്ടികളോട് എല്ലാവരും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും വിളിക്കണം എന്നാണ് ഞാൻ പറയാം. അവസരത്തിന് വേണ്ടി വിളിച്ച് ചോദിക്കണം, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സ്വഭാവം നിങ്ങൾ വെച്ച് നടത്തരുത്, ഒരിക്കലും നന്നായിട്ട് വരില്ല എന്ന് ഞാൻ ഉപദേശിക്കാറുണ്ട്. വിളിച്ച് നല്ലൊരു പ്രവണത വിളിക്കുന്നത് അല്ലേ? വിളിച്ച് അവർ പോയി കോൺടാക്ട് ചെയ്യണം. അവർ ലൊക്കേഷനിൽ പോയി നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്യണ്ടേ ആരെങ്കിലും. ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കൂടുതലാണ്. അല്ല, ഒരുപക്ഷെ സാർ അന്ന് ഏതെങ്കിലും നല്ല ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം വിളിച്ചായിരുന്നു ഒരുപാട് നല്ല വേഷം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ, തീർച്ചയായിട്ടും കിട്ടിയേനെ. അല്ല, അത് സാറിൻ്റെ മിസ്റ്റേക്കായിട്ട് തന്നെ എപ്പോഴും അംഗീകരിക്കുന്നത്. മിസ്റ്റേക്ക് എൻ്റെ സ്വഭാവമാണ്. മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല, അതാണ് ഞാൻ. അത് മതി, അതിൽ കുറഞ്ഞുള്ള ആദായം മതി എന്നുള്ള ചിന്താഗതിക്കാരനാണ്. ചെറിയ വിഷം വരുമ്പോൾ ഇപ്പോഴും എനിക്ക് പൈസ കുറവാണെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പുറമേ നിങ്ങൾ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചു, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ വിളിക്കില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞൊരു പാവത്താൻ കൂടിയ സാറല്ലേ? ചെറിയ ഭയങ്കര കുഴപ്പമാണ്. ഞാൻ ഈ മീശയിനെ കറുപ്പിച്ച് വെച്ചിരിക്കുന്നത് അറിയാം. ഈ കറുപ്പിക്കാതിരിക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും, ഫുൾ വെയിറ്റ് ആയിരിക്കുമ്പോൾ ഞാൻ പാവമാണെന്ന് തോന്നും. അത് അങ്ങനെ വേണ്ട, പാവം അല്ലല്ലോ ഞാൻ.